നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. HSA ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറയുന്ന സീരീസ് ആണ്. അതിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പറയുന്ന പോയിന്റ്സ് ടു റിമെമ്പർ എന്ന് പറയുന്ന സീരീസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് വരാം. നോക്കുക, ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈ ലാസ്റ്റ് ടച്ചസ് എന്ന് പറയുന്ന പോയത്തെ കുറിച്ചാണ്. നോക്കുക, എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. നോക്കുക, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാവുന്നതുപോലെ ഡ്രമാറ്റിക് മോണോലോഗ് ആണ് ഇൻ 5 സെക്ഷൻസ്. എ ഡ്രമാറ്റിക് മോണോലോഗ് ഇൻ 5 സെക്ഷൻസ് മേഡ് അപ്പ് ഓഫ് റൈമിംഗ് കപ്ലെറ്റ്സ് ആൻഡ് റിട്ടൺ മോസ്റ്റ്ലി ഇൻ അയാംബിക് പെൻഡാമീറ്റർ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇതാണ് ഡ്രമാറ്റിക് മോണോലോഗ് ഇൻ 5 സെക്ഷൻസ് മേഡ് അപ്പ് ഓഫ് റൈമിംഗ് കപ്ലെറ്റ്സ് ആൻഡ് റിട്ടൺ മോസ്റ്റ്ലി ഇൻ അയാംബിക് പെൻഡാമീറ്റർ. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? നോക്കുക, ഡെത്ത്, ട്രൂത്ത് ഓർ സബ്ജക്ടിവിറ്റി, ഡെല്യൂഷൻ ആൻഡ് ബ്യൂട്ടി ആർ ദ മേജർ തീംസ്. അപ്പോൾ നമ്മുടെ മൈ ലാസ്റ്റ് ടച്ചസ് എന്ന് പറയുന്ന പോയത്തിന്റെ പ്രധാനപ്പെട്ട തീംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡെത്ത്, ട്രൂത്ത് ഓർ സബ്ജക്ടിവിറ്റി, ഡെല്യൂഷൻ ആൻഡ് ബ്യൂട്ടി ആർ ദ മേജർ തീംസ്. എക്സാമിന് ഇതുപോലെ കുറേ ഓപ്ഷൻസ് തരും. അതിനകത്ത് ചിലപ്പോൾ ഡെത്ത് എന്നുണ്ടാകും, അല്ലെങ്കിൽ ട്രൂത്ത് എന്നുണ്ടാകും, അല്ലെങ്കിൽ സബ്ജക്ടിവിറ്റി എന്നുണ്ടാകും, അല്ലെങ്കിൽ ഡെല്യൂഷൻ എന്നുണ്ടാകും, അല്ലെങ്കിൽ ബ്യൂട്ടി എന്നുണ്ടാകും. അതിനകത്ത് ഏതെങ്കിലും കണ്ടാൽ നമ്മളത് ആൻസർ ആയിട്ട് എഴുതണം. എപ്പോഴാണ് ഈ തീംസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ. മൈ ലാസ്റ്റ് ടച്ചസ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട തീമുകൾ ഏതിൽ പെടുന്നു എന്ന് ചോദ്യം വരുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നേ കാണത്തുള്ളൂ, നമുക്കതിന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഡെത്ത്, ട്രൂത്ത് ഓർ സബ്ജക്ടിവിറ്റി, ഡെല്യൂഷൻ ആൻഡ് ബ്യൂട്ടി ആർ ദ മേജർ തീംസ്. പിന്നെ നമ്മുടെ ഈ പറയുന്ന മൈ ലാസ്റ്റ് ടച്ചസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കുക, അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ലുക്ക് ആൻഡ് ലുക്ക് എന്ന് പറയുന്ന വേർഡ്സ്. എവിടെ? ഇൻ ലൈൻ 24, 24ാമത്തെ ലൈനിൽ ലുക്ക് ആൻഡ് ലുക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തിന്? ഇതാണ് അലിട്രേഷന് ഉദാഹരണമാണ്. നിസിഷ്ര എന്താണ് എക്സാമ്പിൾ ആണ് ഈ ലൈൻ. സംഹൗ ഐ നോ നോട്ട് ഹൗ ആസ് ഇഫ് ഷീ റാങ്ക്ഡ്. ഇതെന്ന് പറയുന്നത് സിസ്രയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഈ തരത്തിലൊരു ലൈൻ തന്നിട്ട്, ഇല്ലെങ്കിൽ ഈ ലൈൻ തന്നെ തരും, തന്നിട്ട് ഇത് ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുപോലെ ആൻസർ എഴുതാൻ പറ്റും. സിസുറയാണ്. ഓക്കെ, സംഹൗ ഐ നോ നോട്ട് ഹൗ ആസ് ഇഫ് ഷീ റാങ്ക്ഡ്. ഇനി അടുത്ത് എൻജാംമെന്റ്. അത് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ലൈൻസ് 2 and 3. നമുക്കിത് ലൈൻസ് 2 and 3യിലുള്ള ആ ട്രാൻസിഷൻ ഇടയിൽ നമുക്ക് എൻജാംമെന്റ് കാണാൻ പറ്റും. അതേതാണ് ഈ ലൈൻസ്? നോക്കുക, ലുക്കിംഗ് ആസ് ഇഫ് ഷീ വെർ അലൈവ്, ഐ കോൾ ദാറ്റ് പീസ് എ വണ്ടർ നൗ ഫ്രാ പാൻഡോൽസ് ഹാറ്റ്സ്. ഇത് എൻജാംമെന്റിന് എക്സാമ്പിൾ ആണ്. അപ്പം പരീക്ഷയ്ക്ക് ഇതുപോലെ ലൈൻ തന്നിട്ട് ഇത് ലിറ്റററി ഡിവൈസിൽ ഏതിൽ പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എൻജാംമെന്റ്. എൻജാംമെന്റ് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ലൈൻസ്. ഇനി അടുത്ത ലൈൻസ് 5 and 6. ഇതും എന്താണ്? എൻജാംമെന്റിന് ഉദാഹരണമാണ്. ഏതൊക്കെ? വിൽ ഇറ്റ് പ്ലീസ് യു സിറ്റ് ആൻഡ് ലുക്ക് അറ്റ് ഹെർ ഐ സെഡ് ഫ്രാ പാൻഡോൾഫ് ബൈ ഡിസൈൻ ഫോർ നെവർ റെഡ്. ഇതും എന്തിന് ഉദാഹരണമാണ്? എൻജാംമെന്റിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന മൈ ലാസ്റ്റ് ടെസ്റ്റിനകത്ത് എൻജാംമെന്റിന് ഉദാഹരണമായിട്ടുള്ള ലൈൻസ് ആണ് ഇത് രണ്ടും. ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ഇതിനകത്ത് ഏത് ലിറ്റററി ഡിവൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് പറയാം എൻജാംമെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, ഡോവർ ബീച്ച്. അടുത്ത നമ്മൾ ഡോവർ ബീച്ചിനെ നോക്കുകയാണ്. നോക്കാം, അതിന്റെ പ്രധാനപ്പെട്ട തീംസ് ഏതൊക്കെയാണ് നോക്കാം. മാൻ, ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സർട്ടനിറ്റി, നേച്ചർ ആൻഡ് എലിനേഷൻ ആൻഡ് ലവ് ആർ ദ മേജർ തീംസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? മാൻ, ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സർട്ടനിറ്റി, നേച്ചർ ആൻഡ് എലിനേഷൻ ആൻഡ് ലവ് ആർ ദ മേജർ തീംസ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട തീംസ് ഡോവർ ബീച്ചിന്റെ. നോക്കുക, there are 4 stanzas in this poem, each varies in length. 4 സ്റ്റാൻസകളാണ് ഉള്ളത്. അതിൽ ഓരോന്നും എന്ത് ചെയ്യുന്നു? ലെങ്തിൽ വേരി ചെയ്യുന്നു. നോക്കാം നമുക്ക്. സ്റ്റാൻസ 1 has 14 lines, സ്റ്റാൻസ 2 has 6 lines, സ്റ്റാൻസ 3 has 8 lines and ലാസ്റ്റ് സ്റ്റാൻസ has 9 lines. ഇപ്പൊ ഇത്തരത്തിൽ വേരി ചെയ്തുകൊണ്ടാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. 4 സ്റ്റാൻസാസേ ഉള്ളെങ്കിലും ഓരോരോ സ്റ്റാൻസയ്ക്കും അതിന്റെ ലെങ്തിൽ വ്യത്യാസം ഉണ്ട്. അപ്പം അങ്ങൊരു പ്രത്യേകത ഇതിനുണ്ട്, ഈ ഡോവർ ബീച്ച് എന്ന് പറയുന്ന പോയത്തിന് ഉണ്ട്. നോക്കുക, ദ പോയം ഫോളോസ് ഇറഗുലർ അയാംബിക് പെൻഡാമീറ്റർ സച്ച് എസ് ഹാത്ത്,
really neither joy nor love nor light. ഇറഗുലർ അയാംബിക് പെൻഡാമീറ്റർ ആണ്. അപ്പം അതിനൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ സ്പെസിഫിക് റൈം സ്കീം ഇൻ ദിസ് പോയം. ഈ പോയത്തിൽ എന്തില്ല, ഒരു സ്പെസിഫിക് റൈം സ്കീം ഇല്ല. ഇത്രയുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് ടവർ ബീച്ചിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഒന്നെന്ന് പറയുന്നത് എൻ്റെ പ്രധാനപ്പെട്ട തീംസ്, അതൊക്കെയാണ് മാൻ, ലോസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് സർട്ടനിറ്റി, നേച്ചർ ആൻഡ് എലിനേഷൻ ആൻഡ് ലവ് ആർ ദ മേജർ തീംസ്. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റാൻസാസ് ഉണ്ട്, പക്ഷേ ഓരോ സ്റ്റാൻസാസും അതിൻ്റെ ലെങ്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സ്റ്റാൻസ 1 14 ലൈൻസ് ഉണ്ടെങ്കിൽ സ്റ്റാൻസ 2 6 ലൈൻസേ ഉള്ളൂ, സ്റ്റാൻസ 3 8 ലൈൻസ്, അതുപോലെ സ്റ്റാൻസ 4 ലാസ്റ്റ് സ്റ്റാൻസയ്ക്ക് 9 ലൈൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഇത് ഇറഗുലർ അയാംബിക് പെൻഡാമീറ്റർ ആണ്. അതിന് ഉദാഹരണമാണ് ഈ ലൈൻ, ഹാർട്ട് റിയലി നെയ്തർ ജോയ് നോർ ലവ് നോർ ലൈറ്റ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള റൈം സ്കീം ഇല്ല. ലിറ്റററി ഡിവൈസസ് ഏതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അസനൻസ് ഉണ്ട്, അതിന് എക്സാമ്പിളാണ് ഈ ലൈൻ. ഏതൊരു ഹാർട്ട് റിയലി നെയ്തർ ജോയ് നോർ ലവ് നോർ ലൈറ്റ് എന്ന് പറയുന്നത് അസനൻസിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ലൈൻ ചോദിച്ചിട്ട് ഇതിനകത്ത് ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അസനൻസ് എന്ന് പറയാം. ഇതിനകത്ത് അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉദാഹരണമാണിത്, ടു ലൈ ബിഫോർ അസ് ലൈക്ക് എ ലാൻഡ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് അലിട്രേഷന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ലൈൻ തന്നിട്ട് അത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അലിട്രേഷൻ ആണെന്ന് പറയാം. ഇതിനകത്ത് എൻചാംപ്മെന്റ് വന്നിട്ടുണ്ട്, അതിന് എക്സാമ്പിളാണ് ഈ ലൈൻസ്. ഏതൊക്കെയാണ്? ആൻഡ് വി ആർ ഹിയർ അസ് ഓൺ എ ഡാർക്ലിംഗ് പ്ലെയിൻ സ്വെപ്റ്റ് വിത്ത് കൺഫ്യൂസ്ഡ് ലാംസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ഫ്ലൈറ്റ്. ഇത് എൻചാംപ്മെന്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനൊരു ലൈൻ തന്നിട്ട് അത് എന്തിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ ഏത് ലിറ്റററി ഡിവൈസ് ആണ് ചോദിച്ചാൽ നമുക്ക് എൻചാംപ്മെന്റ് എന്ന് പറയാം. അടുത്ത് നോക്കുക, അല്യൂഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ദിസ് പോയം കണ്ടെയ്ൻസ് അല്യൂഷൻസ് ആസ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ. ഫോർ എക്സാമ്പിൾ, Sophocles refers to the great Greek playwright, and in the third stanza, Sea of Faith refers to the world of religions. Okay, ഇതൊക്കെയാണ് അല്യൂഷൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ പാതറ്റിക് ഫാലസി ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് എക്സാമ്പിൾസ് ആണ് ഈ ലൈൻസ് ഒക്കെ. നോക്കുക ഏതൊക്കെ, ലിസൺ യു ഹിയർ ദ ഗ്രേറ്റിംഗ് റോ ഓഫ് പെബിൾസ് വിച്ച് ദ വേവ്സ് ഡ്രാ ബാക്ക് ആൻഡ് ഫ്ലിങ് എന്ന് പറയുന്നതും, അതുപോലെ തന്നെ എറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ്, ഇതെല്ലാം പാതറ്റിക് ഫാലസിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തന്നിട്ട് ഇത് എന്താണ്, ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാതറ്റിക് ഫാലസി എന്ന് പറയാം. പിന്നെ സിംബോളിസം ഉപയോഗിച്ചിട്ടുണ്ട്. ഏത്? സീ ഓഫ് ഫെയ്ത്ത് സിംബിളൈസസ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ആൻഡ് ടൈഡ് ലീവിംഗ് ദ ഷോർ ഈസ് ദ സിംബിൾ ഓഫ് ലോസ്റ്റ് ഫെയ്ത്ത്. ഓക്കെ, പ്രധാനപ്പെട്ട സിംബോളിസമാണ് ഇതിനകത്ത്. സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്തിനെയാണ് സിംബിളൈസ് ചെയ്യുന്നത്? ഫെയ്ത്ത് ഇൻ ഗോഡ് എന്നാണ്. അതുപോലെ ടൈഡ് ലീവിംഗ് ദ ഷോർ, അത് എന്തിനെ സിംബിളൈസ് ചെയ്യുന്നു? ലോസ്റ്റ് ഫെയ്ത്തിനെ സിംബിളൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നിട്ട് ചോദിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിംബോളിസം എന്ന് പറയാം. പിന്നെ സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ എന്താണ് ലൈൻസ് ആണിത്. ടു വൺ അനദർ ഫോർ ദ വേൾഡ് വിച്ച് സീംസ് ടു ലൈ ബിഫോർ അസ് ലൈക്ക് എ ലാൻഡ് ഓഫ് ഡ്രീംസ്. അപ്പോൾ ഇനി അടുത്ത് ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിരിക്കുന്ന ലൈൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ പറയുന്ന ലൈൻസിലെല്ലാം ഇമേജറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലിറ്റററി ഡിവൈസ് ആയിട്ട്. നോക്കുക, ദ ടൈഡ് ഈസ് ഫുൾ ദ മൂൺ ലൈസ് ഫെയർ. അടുത്തത് ഓഫ് പെബിൾസ് വിച്ച് ദ വേവ്സ് ഡ്രാ ബാക്ക് ആൻഡ് ഫ്ലിങ്. അടുത്തത് വേർ ദ സീ മീറ്റ്സ് ദ മൂൺ ബ്ലാൻച്ച്ഡ് ലാൻഡ്. ഇതെല്ലാം ഇമേജറിക്ക് എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ തന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമേജറി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എ പ്രെയർ ഫോർ മൈ ഡോട്ടർ എന്ന് പറയുന്ന W.B. Yeatsന്റെ എന്താണ് പോയമാണ്. നോക്കുക, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? റിട്ടൺ ഇൻ ദ ലിറിക് ഫോം കണ്ടെയ്നിങ് 10 8-line സ്റ്റാൻസ വിത്ത് എ റെഗുലർ റൈം സ്കീം ഓഫ് A B B C D D C. ഇപ്പോൾ ലിറിക് ഫോമിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിന് എത്ര ലൈൻസ് ഉണ്ട്? 10 8-line സ്റ്റാൻസ ആണ്. അപ്പോൾ 10 സ്റ്റാൻസ ഉണ്ട്, ഓരോ സ്റ്റാൻസയിലും 8 ലൈൻസ് വെച്ച് ഉണ്ട്. ഇപ്പോൾ റെഗുലർ സ്കീമും ഉണ്ട്. എന്താണ്? A B B C D D C. ഓക്കെ, ഇനി ഇതിൻ്റെ തീംസ് എന്തൊക്കെയാണ്?
പ്രധാനപ്പെട്ട തീംസ് നോക്കുക. വുമൺഹുഡ് ആൻഡ് ട്രഡീഷണൽ ഫെമിനിറ്റി, ദ പവർ ആൻഡ് ഡേഞ്ചർ ഓഫ് ബ്യൂട്ടി ആൻഡ് ദ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ് ഓഫ് പാരന്റ്ഹുഡ്. ഇത്രയാണ് പ്രധാനപ്പെട്ട തീംസ്. ഏതൊക്കെയാണ്? വുമൺഹുഡ് ആൻഡ് ട്രഡീഷണൽ ഫെമിനിറ്റി, ദ പവർ ആൻഡ് ഡേഞ്ചർ ഓഫ് ബ്യൂട്ടി ആൻഡ് ദ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ് ഓഫ് പാരന്റ്ഹുഡ്. ഇത് ഇത്രയാണ് എ പ്രയർ ഫോർ മൈ ഡാറ്ററിന്റെ പ്രധാനപ്പെട്ട തീംസ്. ലിറ്റററി ഡിവൈസ് നമുക്ക് നോക്കാം. പേഴ്സണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റോം ഈസ് ഹൗളിംഗ്. അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ത്രെറ്റനിങ് എക്സ്റ്റീരിയർ ഫോഴ്സസ്. എക്സാമ്പിൾ റയോട്ട്സ്, ഈവിൽനെസ്. ഓക്കെ, ഇത് പേഴ്സണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. സിംബൽസ്, അതായത് സിംബോളിസം എന്ന് പറയുന്ന ലിറ്റററി ഡിവൈസിന് ഉദാഹരണമായിട്ട് നമുക്ക് ഇത് പറയാം. സ്റ്റോം പറയാം. അതെന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? നോക്കുക. റെപ്രസെന്റ്സ് എക്സ്റ്റീരിയർ ഫോഴ്സസ് വിച്ച് ത്രെറ്റൻ ആൻഡ് സെക്യൂരിറ്റി. അത് ജെക്സ്റ്റാ പൊസിഷൻ, ഓക്സിമോറോൺ, പാരഡോക്സ്. ഇതിനെല്ലാം കൂടെ നമുക്ക് ഒറ്റ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാം. ഈ പറയുന്ന ലൈനിൽ ഏതാ? ഔട്ട് ഓഫ് ദ മർഡറസ് ഇന്നസെൻസ് ഓഫ് ദ സീ. അതിലെ മർഡറസ് ഇന്നസെൻസ് ഓഫ് ദ സീ എന്ന് പറയുന്നതാണ് ജെക്സ്റ്റാ പൊസിഷനായിട്ടും ഓക്സിമോറോണായിട്ടും പാരഡോക്സ് ആയിട്ടും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഏതാണ്? മർഡറസ് ഇന്നസെൻസ് ഓഫ് ദ സീ. നെക്സ്റ്റ് നോക്കുക. സിബിലൻസ്, അസോണൻസ്. ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന നോക്കുക. ആൻഡ് ഹിയർ ദ സീ വിൻഡ് സ്ക്രീം അപ്പോൺ ദ ടവർ എന്ന് പറയുന്ന ലൈനിലെ സീ വിൻഡ് സ്ക്രീം എന്ന് പറയുന്നതാണ് ഇതിന് ഉദാഹരണങ്ങൾ സിബിലൻസിനും അസോണൻസിനും. പിന്നീട് വരി തന്നിട്ട് ചോദിക്കും ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ അസോണൻസ് എന്നും പറയാം, അല്ലെങ്കിൽ സിബിലൻസ് എന്നും പറയാം. നേരത്തെ അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക. ബിക്കോസ് ഓഫ് ദ ഗ്രേറ്റ് ഗ്ലൂം ദാറ്റ് ഈസ് ഇൻ മൈ മൈൻഡ്. ഓക്കെ, ഗ്രേറ്റ് ഗ്ലൂം, മൈ മൈൻഡ്, ഇതെല്ലാം അലിട്രേഷന് ഉദാഹരണങ്ങളാണ്. അപ്പം ഇത് ഈ ലൈൻ തന്നിട്ട് ഏത് ലിറ്റററി ഡിവൈസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു, ഏതാണ്? അലിട്രേഷൻ. നെക്സ്റ്റ് നോക്കുക. ഡാഡി, സിൽവിയ പ്ലാത്തിന്റെ ഡാഡി. അതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു 80 ലൈൻ പോയം വിത്ത് 16 സ്റ്റാൻസസ്. 16 സ്റ്റാൻസസ് ഉള്ള 80 ലൈൻ പോയമാണ് ഈ പറയുന്ന ഡാഡി എന്ന് പറയുന്നത്. അതിൽ ഓരോ സ്റ്റാൻസയും 5 ലൈൻസ് വെച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വിത്ത് നോ സ്പെസിഫിക് റൈം സ്കീം. അങ്ങനെ പ്രത്യേകിച്ചൊരു റൈം സ്കീം ഒന്നും ഇല്ല. ഇതുപോലെ നമ്മളൊന്ന് പഠിച്ചു. ഏത് പോയത്തിനാ സ്പെസിഫിക് റൈം സ്കീം ഇല്ലാത്തത്? ഡോവർ ബീച്ചിന് നമ്മളിവിടെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഡോവർ ബീച്ചിന് എന്തില്ല? പ്രത്യേകിച്ചൊരു റൈം സ്കീം ഇല്ല. നോക്കാം. ഡോവർ ബീച്ച് ഇവിടെ പറയുന്നുണ്ട് there is no specific rhyme scheme in this poem. അതേപോലെ ഡാഡി എന്ന് പറയുന്ന സിൽവിയ പ്ലാത്തിന്റെ പോയത്തിനും എന്തില്ല? സ്പെസിഫിക് റൈം സ്കീം ഇല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 ലൈൻ പോയമാണ്. 16 സ്റ്റാൻസാസ് ഉണ്ട്. ഓരോ സ്റ്റാൻസയും 5 ലൈൻസ് വെച്ചാണ്. നോക്കുക. ഇനി ഇതിന്റെ തീംസ് ഏതൊക്കെയാണ്? ലവ്, ഹേട്രഡ്, ലോസ്, ജെൻഡർ ആൻഡ് ഒപ്രഷൻ, പവർ ആൻഡ് മിത്ത് മേക്കിംഗ്, ഡെത്ത് ആൻഡ് മെമ്മറി ആർ ദ മേജർ തീംസ്. ഇപ്പൊ ഡാഡി എന്ന് പറയുന്ന പോയത്തിന്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ലവ്, ഹേട്രഡ്, ലോസ്, ജെൻഡർ ആൻഡ് ഒപ്രഷൻ, പവർ ആൻഡ് മിത്ത് മേക്കിംഗ്, ഡെത്ത് ആൻഡ് മെമ്മറി ആർ ദ മേജർ തീംസ്. മെയിൻലി കൺസിഡർഡ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ലോസ്. നമ്മുടെ ഡാഡി എന്ന് പറയുന്ന പോയം പ്രധാനമായും പരിഗണിക്കപ്പെടുന്ന എന്തായിട്ടാണ്? എ റെപ്രസെന്റേറ്റീവ് ഓഫ് ലോസ്. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസസ്. ഒന്ന് അസോണൻസ്. നോക്കുക. ഈ പറഞ്ഞ 2 ലൈൻസിൽ ദേ ആർ ഡാൻസിങ് ആൻഡ് സ്റ്റാമ്പിങ് ഓൺ യു എന്ന് പറയുന്നതും ഐ വാസ് 10 വെൻ ദേ ബറീഡ് യു എന്ന് പറയുന്നതും എന്താണ്? അസോണൻസിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലൈൻ തന്നിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അസോണൻസ് എന്ന് പറയാം. അത് മെറ്റഫോർ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക. ദ പോയറ്റ് ഹാസ് കമ്പയർഡ് ഹർ ഫാദർ, ഹസ്ബൻഡ് ആൻഡ് മോസ്റ്റ് മെൻ in general with black shoe, ghastly statue, panzer man and vampire. ഇതാണ് മെറ്റഫറായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേഴ്സണിഫിക്കേഷൻ, അതിന് ഉദാഹരണമായിട്ടുള്ള ലൈൻസ് ആണിത്. an engine chuffing me off like a Jew. ഇത് പേഴ്സണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. ഇത് തന്നിട്ട് ചോദിക്കും ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് പറയാം പേഴ്സണിഫിക്കേഷൻ. നോനമറ്റോപ്പിയ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക. അച്ചു ആൻഡ് ഇച്ച്, ഇതൊക്കെ ഈ പറയുന്ന ലിറ്റററി ഡിവൈസിന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്ത് എൻചാംപ്മെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക. അതിന് എക്സാമ്പിൾസ് ആണിത്.
There is a stake in your fat black heart and the villagers never liked you. എന്ന് പറയുന്നത് എൻചാമിന് എക്സാമ്പിൾ ആണ്. ഈ ലൈൻ തന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് പറയാം? എൻചാമെന്റ്. അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണിത്. ഐ മേഡ് എ മോഡൽ ഓഫ് യു ഡാഡി ഐ ഹാവ് ഹാഡ് ടു കിൽ യു എന്ന് പറയുന്നത്. ഇത് രണ്ടും, ഈ ലൈൻസ് രണ്ടും എന്താണ്? അലിട്രേഷന് എക്സാമ്പിൾസ് ആണ്. ഇതിൽ തന്നിട്ട് ചോദിക്കും ഇവിടെ എന്താണ്, ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? അലിട്രേഷൻ നമുക്ക് പറയാം. ഈ ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇതൊക്കെ. അതായത് എനി മോർ ബ്ലാക്ക് ഷൂ ഇൻ വിച്ച് ഐ ഹാവ് ലീവ്ഡ് ലൈക്ക് എ ഫൂ ആൻഡ് യുവർ ആരിയൻ ഐ ബ്രൈറ്റ് ബ്ലൂ ബട്ട് ദേ പുൾഡ് മീ ഔട്ട് ഓഫ് ദ സാക്ക്. ഇതെല്ലാം എന്താണ്? ഇമേജറിക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലൈൻ തന്നിട്ട് ചോദിക്കും ഏത് ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്? ഇമേജറി. കൺസണൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ഐ ബിഗാൻ ടു ടാക്ക് ലൈക്ക് എ ജൂ. നെക്സ്റ്റ് ലൈൻ ആർ നോട്ട് വെരി പ്യുവർ ഓർ ട്രൂ. ഇത് രണ്ടും കൺസണൻസിന് എക്സാമ്പിൾസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ലൈൻ തന്നിട്ട് ഇത് ഏത് ലിറ്റററി ഡിവൈസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ചോദിച്ചാൽ നമുക്ക് കൺസണൻസ് എന്ന് ധൈര്യമായിട്ട് എഴുതാം. സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ബിഗ് ആസ് എ ഫ്രിസ്കോസിയിലും അതുപോലെ ഐ ബിഗാൻ ടു ടാക്ക് ലൈക്ക് എ ജ്യൂ. ഇത് രണ്ടും സിമിലിക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഈ പറയപ്പെടുന്ന പോംസിന്റെ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കിയത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പോൾ അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്താണെന്നുള്ളത് കഴിഞ്ഞ പാർട്ടിൽ, ഫസ്റ്റ് പാർട്ടിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. ആ പാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും നമ്മുടെ HSA ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട എല്ലാ ഫുൾ ക്ലാസിന്റെ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി കയറി കാണാവുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.